ഗൂഗിൾ ആഡ്സിൽ പലതരം ആഡ് ടൈപ്സ് ഉണ്ട്. നമ്മളെല്ലാവരും എല്ലാതരം ആഡ്സും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല ഇതൊരു ആഡാണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും സ്മോൾ മീഡിയം സൈസ് ബിസിനസ്സുകൾക്കും എന്താണ് ഗൂഗിൾ ആഡ്സ് നമ്മൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് അനുസരിച്ചിട്ടുള്ള കൃത്യം ആഡ്സ് കൃത്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. ഇതേപോലെ വീഡിയോസ് കാണുമ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് അറിയണമല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഗൂഗിൾ സെർച്ച് ആഡ്സ് ആണ്. ഗൂഗിൾ സെർച്ച് ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ റിസൾട്ട് വരും. ഇതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ചിലപ്പോൾ ഒരു പരസ്യമാവാം. അതിൻ്റെ ഒരു കോർണർ ലെഫ്റ്റിൽ ആഡ് എന്ന് AD എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം ഇത് ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി പല വെബ്സൈറ്റിനും തപ്പിയിട്ട് കൊണ്ടുവരുന്നതല്ല. നമ്മളെപ്പോലത്തെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എവിടെയൊക്കെയോ ഇരുന്ന് എൻ്റർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോ പരസ്യങ്ങളും. അതാണ് ഗൂഗിൾ സെർച്ച് ആഡ്സ് എന്ന് പറയുന്നത്. ഇത് 3 തരമുണ്ട്. എക്സ്പാൻഡഡ് ടെക്സ്റ്റ് ആഡ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആഡ്സ് എന്നാണ് ഫസ്റ്റ് ടൈപ്പ്. എന്താണിത്? ഇതിപ്പോൾ ഇല്ല. ഓക്കെ, അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ആഡ്, അതിൽ വെച്ചാൽ ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2, ഹെഡ്ലൈൻ 3 3 ഹെഡ്ലൈൻസും 2 ഡിസ്ക്രിപ്ഷൻസും ഉണ്ടാവും. നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഗൂഗിൾ നമ്മൾ ഒരു സെർച്ച് ആരെങ്കിലും നമ്മളുടെ പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഈ പരസ്യം കാണിക്കും. ഈ 3 ഹെഡ്ലൈൻസേ കാണിക്കാറുള്ളൂ. മനസ്സിലായോ? അത് ഫിക്സഡ് ആണ്. പിന്നെ ഗൂഗിളിന് മനസ്സിലായി അത് പോരാ. ഓരോ ആളും, ഓരോ വ്യക്തിയും, ഓരോ കസ്റ്റമറും വ്യത്യസ്തമായ ആൾക്കാരാണ്. അവർക്ക് വ്യത്യസ്തമായ എന്തുണ്ട്, ഡേറ്റ ഉണ്ട്, അവരുടെ ടേസ്റ്റുകൾ വേറെയാണ്, ആവശ്യങ്ങൾ വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ഒരു ആഡ് തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. പല ആൾക്കാർക്കും പല രീതിയിലുള്ള ആഡാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൂഗിൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെർച്ച് ആഡ്സ് സൃഷ്ടിച്ചത്, റെസ്പോൺസീവ് സെർച്ച് ആഡ്സ്. അതായത് നമ്മൾ ഒരു 14 ഹെഡ്ലൈൻസ് അങ്ങോട്ട് കൊടുക്കും, കുറച്ച് ഡിസ്ക്രിപ്ഷൻസും അങ്ങോട്ട് കൊടുക്കും ഗൂഗിളിനോട്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു. ഇത് നമ്മുടെ റെസ്പോൺസീവ് സെർച്ച് ആഡ്സ് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു എക്സാമ്പിൾ കൊടുക്കാം, www.123hosting.com. ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ജസ്റ്റ് എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹെഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഫ്രീ ട്രയൽ ആൻഡ് സൂൺസ് ഞാൻ കൊടുത്തതാണ്. നമ്പർ 1 വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് പ്ലാൻ ഫോർ സെയിൽ നൗ. അങ്ങനെ ന്യൂ പ്ലാൻസ് എവറി ഇയർ. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര കൊടുക്കാം? 15ഓളം ഹെഡ്ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഇങ്ങനെയാണ് പ്രിവ്യൂ വരുന്നത്. ഇത് പല 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 കീവേഡ്സ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടത് ഇങ്ങനെ ഷഫിൾ ചെയ്ത് പല ആഡ്സ് കാണിക്കും. എന്നിട്ട് ഈ ആഡിന് സൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കെന്ന രീതിയിൽ ഹെഡ്ലൈൻസ് 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തായിരിക്കും കാണിക്കുന്നത്. അതേപോലെ നമുക്ക് ഡിസ്ക്രിപ്ഷൻസ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിപ്ഷൻസ് 2 ഉണ്ട്, 3, 4 ഈ ഡിസ്ക്രിപ്ഷൻസ് അവരിങ്ങനെ മാറ്റി ഗൂഗിളിന് തോന്നുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. മനസ്സിലായി? ഇതാണ് റെസ്പോൺസീവ് സെർച്ച് ആഡ്സ്. പിന്നെ വരുന്നതാണ് ഡൈനാമിക് സെർച്ച് ആഡ്സ്. നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, പക്ക ഹെഡ്ലൈൻസ്, പക്ക SEO എല്ലാം ചെയ്ത് പക്ക വെബ്സൈറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് ഇത് റെസ്പോൺസീവ് സെർച്ച് ആഡ്സ് പോലെ 14 ഹെഡ്ലൈൻസും 4 ഡിസ്ക്രിപ്ഷൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഡൈനാമിക് ആഡ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിന് ലിങ്ക് മാത്രം കൊടുത്താൽ മതി. അവർ ആൾക്കാർ വരുന്നതനുസരിച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടന്റ് എടുത്ത്, ഹെഡ്ലൈൻ എടുത്ത്, വേർഡ്സ് എടുത്ത്, ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ AI, അവരുടെ അൽഗോരിതം ഭയങ്കര പവർഫുൾ ആണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വരുന്ന കസ്റ്റമറിനനുസരിച്ചിട്ടുള്ള പരസ്യം നമ്മളുടെ ഗൂഗിൾ കാണിച്ചു കൊടുക്കും. അതാണ് ഡൈനാമിക് സെർച്ച് ആഡ്സ്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിൻ്റെ കാണിച്ചു തരാം. ഇത് ഡൈനാമിക് സെർച്ച് ആഡ്സ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് പൊതുവെ URL വരുന്നത്. ഏത് വെബ്സൈറ്റിലേക്കാണ്, ഏത് സൈറ്റിലെ ഏത് പേജിലേക്കാണ് ഈ ആഡ് നയിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതും ഡൈനാമിക്കലി ജനറേറ്റഡ് ആണ്, ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്ലൈൻസ് ഡൈനാമിക്കലി ജനറേറ്റഡ് ഹെഡ്ലൈൻസ് ആണ്, ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്. വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്ന ആളിനനുസരിച്ചിട്ട് നമ്മളുടെ കീവേഡും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് ഉണ്ടല്ലോ, ഇതിന് മുന്നേ ഒരു കീവേഡ്സ് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, അതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഈ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആണെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി ട്യൂട്ടേഴ്സ് ടു ഹെൽപ്പ് യുവർ ചൈൽഡ്, ഓൾ സബ്ജക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ് എന്നൊരു ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സെർച്ച് ആഡ് ജനറേറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രിവ്യൂസ്.
ഒക്കെ ഡെസ്ക്ടോപ്പിലും എങ്ങനെ വരുന്നതെന്ന് ജസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് ഡൈനാമിക് സെർച്ച് ആഡ്സ്. നിങ്ങളത് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യരുത്. പക്ക വെബ്സൈറ്റ് ഉണ്ട്, എല്ലാം പക്കയാണ്, എല്ലാം കട്ടൊക്കെ ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ ഡൈനാമിക് സെർച്ച് ആഡ്സ് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഡിഫോൾട്ടായിട്ട് ഗൂഗിൾ സെർച്ച് ആഡ്സിൽ നമ്മൾ ചെയ്യുന്ന റെസ്പോൺസീവ് സെർച്ച് ആഡ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഹെഡ്ലൈൻസ് കൊടുക്കാൻ, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണം, അതൊരു ആർട്ടാണ്. അത് നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ തൽക്കാലത്തേക്ക് നിങ്ങൾ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഗോ വിത്ത് റെസ്പോൺസീവ് സെർച്ച് ആഡ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ് എന്താണ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേ ആഡ്സ്. നമ്മൾ പല വെബ്സൈറ്റിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ബ്രൗസറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ചില ബാനർ കാണാമല്ലോ, ബാനർ ആഡ്സ് കാണാമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതുണ്ടോ ഒരു ഗ്രേ കളർ ആഡ് വന്നു, മനസ്സിലായില്ലേ? ഇത് ലിങ്ക്ഡിൻ്റെ പരസ്യമാണ്. അതെങ്ങനെ മനസ്സിലായത് ഗൂഗിൾ ആഡ്സിൻ്റെ ആണെന്ന്? ഇവിടെ നേരെ വന്നിട്ട് ഈ ഐ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റും. അവർ കാണിക്കും ഇത് ആഡ്സ് ബൈ ഗൂഗിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതേപോലെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ ഇതേപോലെ പോസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗൂഗിളിന് കൊടുക്കും. എന്നിട്ട് പറയും ഇന്ന കീവേഡ്സ് ഇന്ന സൈറ്റിൽ ഇന്ന ലൊക്കേഷൻസിൽ ഇത് വരുത്തിക്കണം എന്ന് പറയും. ഇതാണ് ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ്. ഇത് പലതരം ബാനേഴ്സിൽ കാണും. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പാണല്ലോ, റെക്റ്റാങ്കിളിലും സ്ക്വയറിലും അങ്ങനെ പലതരം സൈസുകളിൽ നമ്മൾ കൊടുക്കാം. ഇത് കുറച്ചും കൂടി ഗൂഗിൾ സെർച്ച് ആഡ്സാണ് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിസ്പ്ലേ ആഡ്സ്. ചീപ്പറാണ് കമ്പാരിറ്റീവ്ലി. ആൾക്കാർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിൽ നിന്ന് കാശ് പോകുന്നത്. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ്, ഷോപ്പിംഗ് ആഡ്സ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ മൗസ്, ഷർട്ട്, പാൻറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ ടോപ്പ് സെർച്ച് റിസൾട്ട് വരുന്നതിന് പകരം കുറച്ച് പ്രൊഡക്ട്സ് ഇങ്ങനെ ഓരോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മേലെ ആയിരിക്കും അല്ലെങ്കിൽ സൈഡിലായിരിക്കും അതിൻ്റെ പ്രൈസും അതിൻ്റെ വെബ്സൈറ്റും ഒക്കെ ലിങ്ക് കാണിച്ചിട്ടുണ്ടാവും. ഇതിനെ പറയുന്നതാണ് ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ബോട്ടിൽ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് സൈഡിൽ കാണുന്നതുണ്ട് ആഡ്സ്, ഷോപ്പ് ബോട്ടിൽ. അതൊരു എന്താ പറയുക, ഒരു ഹെഡ്ലൈൻ ഉണ്ട്, അതിൻ്റെ പിക്ചർ ഉണ്ട്, കോസ്റ്റ്, അതിൻ്റെ വെബ്സൈറ്റ് എവിടെ നിന്നാണ്. ഇതാണ് ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. ഇത് ബോട്ടിൽ സെർച്ച് ചെയ്യപ്പോൾ സൈഡിലാണ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് നമ്മൾ സെർച്ച് ചെയ്യില്ല, അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും വരുന്നത്. ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഫോണിലാകുമ്പോൾ വേറെ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കണം നല്ലത്. ചുമ്മാ സെർച്ച് റിസൾട്ട്സിൽ സെർച്ച് ആഡ്സിനെ ബേസ് ചെയ്യാതെ അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സിനെ ബേസ് ചെയ്യാതെ ഷോപ്പിംഗ് ആഡ്സ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുക. അടുത്തതാണ് നമ്മുടെ സ്വന്തം യൂട്യൂബ് ആഡ്സ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ പോലും ഒരു യൂട്യൂബ് ആഡ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ കാണുന്ന ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ ആണ് യൂട്യൂബ് ആഡ്സ് എന്ന് പറയുന്നത്. ഇതും ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്, ഗൂഗിൾ ആഡ്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ യൂട്യൂബ് ആഡ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ പലതരം ടൈപ്പ് ഉണ്ട്. സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്, ഇൻഫീഡിയോ ആഡ്സ് ഉണ്ട്, ഡിസ്കവറി ആഡ്സ് ഉണ്ട്, ബമ്പർ ആഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആഡ്സ് ഉണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂട്യൂബ് ആഡ്സ് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ആഡിലേക്ക് പോവാം. ആപ്പ് പ്രൊമോഷൻ ആഡ്സ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫിറ്റ്നസ് ആപ്പ്, വെയിറ്റ് ട്രാക്കർ ആപ്പ് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വരുന്നത് ഒരു ആഡായിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഹോട്ടൽ ആപ്സിന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് കണ്ടോ, ഹോട്ടൽ വേൾഡ്. അതിൻ്റെ തൊട്ട് താഴെ ആഡ് എന്ന ഒരു മഞ്ഞ ലെറ്ററിങ്ങിൽ എഴുതിയിട്ടുണ്ട്. അതൊരു പരസ്യമാണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ കൊണ്ടുവന്നതല്ല നിങ്ങൾക്ക്, മറിച്ച് വേറെ ആരോ ഇരുന്ന് ഹലോ വേൾഡിൻ്റെ കമ്പനിക്കാരിരുന്ന് ഹോട്ടൽസ് വേൾഡിൻ്റെ കമ്പനിക്കാർ അവിടെ ഇരുന്ന് പരസ്യം റൺ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിയത്. അതേപോലെ കൂപ്പൺ ആപ്പ് സെർച്ച് ചെയ്തപ്പോൾ കൂപ്പൺ വേൾഡ് വന്നു. ട്രാവൽ ആപ്പ് സെർച്ച് ചെയ്തപ്പോൾ ട്രാവലർ എന്ന് പറയുന്നത് ഒരു പരസ്യമായിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കാണാൻ പറ്റി. മനസ്സിലായില്ലേ? ഇതാണ് ഗൂഗിൾ ആപ്പ് പ്രൊമോഷൻ ആഡ്സ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ആഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്, സ്വിഗ്ഗി. നിങ്ങൾ പുതിയതായിട്ട് സ്വിഗ്ഗി ഉണ്ടാക്കി, നിങ്ങളുടെ കേസിൽ ഡിഗി എന്ന് വിചാരിക്കും. ഇപ്പോൾ ഡിഗി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ സെർച്ച് ആഡ്സ് റൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഗൂഗിൾ യൂട്യൂബ് ആഡ്സ് റൺ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആപ്പ് ഡൗൺലോഡ്സ് ആണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ ആഡ്സ് അല്ലെങ്കിൽ ആപ്പ് പ്രൊമോഷൻ ആഡ്സ് റൺ ചെയ്യണം. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമുക്ക് കാണാം കോൾ ഓൺലി ആഡ്സ്. ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് വിചാരിക്കും, ഹോസ്പിറ്റലല്ല, ഒരു ഡെൻറ്റൽ ക്ലിനിക് എന്ന് വിചാരിക്കും.
ഡെന്റൽ ക്ലിനിക് നിയർ മീ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കയറി വരുന്നത് റിസൾട്ട് ചിലപ്പോൾ ഇങ്ങനെയാവാം. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഹെഡ്ലൈൻ ഉണ്ടാവും, പിന്നെ വരുന്നത് കോൾ ചെയ്യേണ്ട നമ്പറാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ ഫോണിൽ നിന്ന് കോൾ പൊക്കും അവർക്ക്. മനസ്സിലായോ? ഇത് ഗൂഗിളിൻ്റെ മെയിൻ ലക്ഷ്യം ആൾക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ബ്യൂട്ടി പാർലർ അപ്പോയിൻമെൻറ്റ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അതാണെങ്കിൽ, നിങ്ങളുടെ സർവീസ് അതാണെങ്കിൽ ഇങ്ങനത്തെ കോൾ ഓൺലി ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുക എന്നാണ് നിങ്ങളുടെ ഓഡിയൻസിന് ലക്ഷ്യമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലംസിന് നിങ്ങൾ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ കോൾ ആഡ്സ് ഒന്നും ഒരു കേസിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസിന് സെർച്ച് ആഡ്സ് കണ്ടാൽ പോരാ, അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സ് കണ്ടാൽ പോരാ, അവർക്ക് നിങ്ങളെ വിളിക്കണം. അതാണ് അവരുടെ പെയിൻ പോയിന്റ്. അതിന് സൊല്യൂഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ല ചുമ്മാ ആഡ്സ് റൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഗൂഗിളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഗൂഗിൾ എന്താണ് എപ്പോഴും ലക്ഷ്യം? ഗൂഗിൾ ലക്ഷ്യം എന്താണ്? അവരിൽ സെർച്ചിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ സാധാരണ വ്യക്തികളെ അവർക്ക് ഏറ്റവും നല്ല സെർച്ച് റിസൾട്ട്, ഏറ്റവും നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് അവർ സെർച്ച് എഞ്ചിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതാണ് അവരുടെ ലക്ഷ്യം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഹൗ ക്യാൻ ദേ റീച്ച് മീ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് വേണം ഏത് ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഈ വീഡിയോയിൽ ബാക്കിയെല്ലാം നിങ്ങൾ മറന്നുപോയാലും ഇത് ഈ ഒറ്റൊരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കണം. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യണം തോന്നണമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.